ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയിലെ 20 GK ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ്. അപ്പൊ 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല പനിയും തലവേദനയൊക്കെ ആയിരുന്നു, അതാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഗീവ് റൈറ്റ് ടു ദ പാർലമെന്റ് to amend the fundamental rights? മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അവകാശം നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദ്യം. ഏതാണ്? 24ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി. മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അവകാശം നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 24ാം ഭരണഘടനാ ഭേദഗതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is not correct about ignosus? ഇഗ്നോസസിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. എ. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസസ് ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. രണ്ടർത്ഥഗോളങ്ങളിലും രാവും പകലും അനുഭവപ്പെടുന്ന എന്താണ്? തുല്യമായിട്ടാണ്. ബിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇഗ്നോസസ് ഹാപ്പൻസ് ഓൺ March 21 ആൻഡ് September 23. ഇഗ്നോസസ് സംഭവിക്കുന്നത് എപ്പോഴാണ്? March 21 September 23 എന്നാണ് പറഞ്ഞേക്കുന്നത്. സി. ഇഗ്നോസസ് ഹാപ്പൻസ് ഓൺ June 21 ആൻഡ് December 22. ഇഗ്നോസസ് സംഭവിക്കുന്നത് ജൂൺ 21 ഡിസംബർ 22 ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി. ഡയറക്റ്റ് റൈസ് ഓഫ് ദ സൺഫോൾ ഓൺ ദ ഇക്വേറ്റർ. സൂര്യന്റെ നേരിട്ടുള്ള കിരണങ്ങൾ ഭൂമധ്യരേഖയിൽ പതിക്കുന്നുവെന്നു. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാ? ഇക്വേറ്റർ അല്ലെ? ഇഗ്നോസ് സംഭവിക്കുന്ന വിശ്വം ഉണ്ടാകുന്നത് ജൂൺ 21 ഡിസംബർ 22 ആണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കി മൂന്നും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ. When is National Voters Day celebrated in India? ഇന്ത്യയിൽ ദേശീയ വോട്ടർ ദിനം ആഘോഷിക്കുന്നത് എന്നാണെന്നാണ് ചോദ്യം. എന്നാണ് ഇന്ത്യയിൽ ദേശീയ വോട്ടർ ദിനം? ജനുവരി 25. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Where was India's first national museum opened? ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ മ്യൂസിയം ഓപ്പൺ ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മുംബൈ. ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ മ്യൂസിയം എവിടെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്? മുംബൈ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ലോക്സഭ. വിച്ച് ഓഫ് ദം ഈസ് നോട്ട് കറക്റ്റ്? ലോക്സഭയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. എ. ലോവർ ഹൗസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ അധോസഭ. ബി. നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് അറിയപ്പെടുന്നു. സി. മെമ്പേഴ്സ് ആർ ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദ പീപ്പിൾ. അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ഡി. സ്പീക്കർ ഈസ് ദ ലീഡർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ നേതാവാണ് സ്പീക്കർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതില് ലോക്സഭയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി. സ്പീക്കർ ഇസ് ദ ലീഡർ ഓഫ് ലോക്സഭ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. സ്പീക്കർ ലോക്സഭയുടെ അധ്യക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ബിലോ ഇന്ത്യൻ സ്റ്റേറ്റ്സ് പിൻകോഡ് സ്റ്റാർട്ട്സ് വിത്ത് 2? താഴെ നൽകിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതിന്റെ പിൻകോഡാണ് 2 ആരംഭിക്കുന്നത്? 2 പിൻകോഡ് ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിന്റെയാണ്. ഓപ്ഷൻ ഡി. ഉത്തർപ്രദേശിന്റെ പിൻകോഡാണ് തന്നിരിക്കുന്നത് 2 ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. R/21 matrix M vaccine is developed for prevention of which disease? R/21 മാട്രിക്സ് എന്ന് പറയുന്ന വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ വികസിപ്പിച്ചിട്ടെടുത്തിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ഏതാണ്? മലേറിയ. ഓപ്ഷൻ എ. മലേറിയ.
R/21 matrix M vaccine is developed for prevention of malaria. അടുത്ത ക്വസ്റ്റ്യൻ, who was the first Indian woman to win a Grand Slam title in tennis? ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സാനിയ മിർസ. ഓപ്ഷൻ ഡി, സാനിയ മിർസ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. who has received 58th ജ്ഞാനപീഠ് അവാർഡ് 2023? 2023 58ാമത് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദ്യം. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജഗദ്ഗുരു രാംഭദ്രാചാര്യ. ജഗദ്ഗുരു രാംഭദ്രാചാര്യ. ഓപ്ഷൻ സി. 58ാമത് 2023 58ാമത് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ജഗദ്ഗുരു രാംഭദ്രാചാര്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who is the present CEO of നീതി ആയോഗ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ. നീതി ആയോഗിന്റെ സിഇഒ ആരാണ് ഇപ്പോഴത്തെ? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. അടുത്ത ക്വസ്റ്റ്യൻ, recently which state government has reserved 33% of government jobs for women? അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 33% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? കർണാടക. അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 33% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ചോദ്യം. കർണാടക. ആൻസർ കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ, Adani Green Energy Limited has signed a 20-year power purchase agreement with which country? അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഏത് രാജ്യവുമായിട്ടാണ് 20 വർഷത്തെ വൈദ്യുതി വാങ്ങൽ കരാറിൽ ഒപ്പുവെച്ചതെന്നാണ് ചോദ്യം. ശ്രീലങ്കയുമായിട്ടാണ്. ആരാണ്? ശ്രീലങ്കയുമായിട്ട്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ശ്രീലങ്കയുമായിട്ടാണ് 20 വർഷത്തെ വൈദ്യുതി വാങ്ങൽ കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, where has the 10th phase of സാഗർ പരിക്രമ started? സാഗർ പരിക്രമയുടെ 10ാം ഘട്ടം ആരംഭിച്ചത് എവിടെയാണെന്നാണ് ചോദ്യം. അത് ചെന്നൈ പോർട്ടിലാണ്. ഓപ്ഷൻ എ, ചെന്നൈ പോർട്ട്. സാഗർ പരിക്രമയുടെ 10ാം ഘട്ടം ആരംഭിച്ചത് ചെന്നൈ പോർട്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who has been appointed by UNICEF India as its national ambassador? യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡർ ആയിട്ട് നിയമിച്ചത് ആരെയെന്നാണ് ചോദ്യം. കരീന കപൂർ. യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡർ ആയിട്ട് നിയമിച്ചത് കരീന കപൂറിനെയാണ്. ഓപ്ഷൻ സി, കരീന കപൂർ. അടുത്ത ക്വസ്റ്റ്യൻ, who has launched India's first AI enabled income tax filing mobile app? ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിതമായിട്ടുള്ള ആദായ നികുതി ഫയലിംഗ് മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചത് Z-Tax ആണ്. ഓപ്ഷൻ ഡി, Z-Tax. Who has launched India's first AI enabled income tax filing mobile app? ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിതമായിട്ടുള്ള ആദായ നികുതി ഫയലിംഗ് മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചത് Z-Tax. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who called ശ്രീനാരായണ ഗുരു as the second Buddha? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓപ്ഷൻ ബി, ജി ശങ്കരക്കുറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider the following social reformers and their organizations. Which of them is correctly matched? താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും അവരുടെ സംഘടനകളെയും ശരിയായിട്ട് യോജിപ്പിച്ചിരിക്കുന്ന, ശരിയായിട്ട് ക്രമപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 അയ്യൻകാളി സാധുജന പരിപാലന സംഘം. 2 വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം.
3 VT ഭട്ടതിരിപ്പാട് ആത്മവിദ്യാ സംഘം. 4 വാഗ്ഭടാനന്ദ യോഗക്ഷേമ സഭ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1 2 അയ്യൻകാളി സാധുജന പരിപാലന സംഘം. 2 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഇത് രണ്ടും ശരിയാണ് അല്ലെ? VT ഭട്ടതിരിപ്പാട് ആത്മവിദ്യാ സംഘം അല്ല, യോഗക്ഷേമ സഭയാണ് വരേണ്ടത്. തിരിഞ്ഞുപോയി. വാഗ്ഭടാനന്ദ യോഗക്ഷേമ സഭയല്ല, ആത്മവിദ്യാ സംഘമായിരുന്നു വരേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് രണ്ടും തിരിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is not correct about temple entry proclamation? ക്ഷേത്രപ്രവേശന വിളംബരത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദ്യം. A. Issued by ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശരിയായിട്ടുള്ളതാണ്. ബി എന്താണ്? ഇഷ്യൂഡ് ഓൺ November 12, 1936. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അതും ശരിയാണ്. സി. അബോളിഷ് ദ ബാൻ ഓഫ് ദ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. പിന്നോക്ക സമുദായങ്ങൾക്കുള്ള നിരോധനം നിർത്തലാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ശരിയാണ്. ഡി. നെഹ്റു കോൾഡ് ദ പ്രൊക്ലമേഷൻ ദ ഗ്രേറ്റ് വണ്ടർ ഓഫ് മോഡേൺ ടൈംസ്. ഈ പ്രഖ്യാപനത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിളിച്ചത് നെഹ്റു ആണെന്ന്. അത് ശരിയാണോ? അല്ല. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് അല്ലെ? അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വൈക്കം സത്യാഗ്രഹ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇവിടെ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുമ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. വൈക്കം സത്യാഗ്രഹ ബിഗാൻ ഓൺ April 13th, 1924. 1924 ഏപ്രിൽ 30-ന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. തെറ്റായിട്ടുള്ളതാണ്. മാർച്ച് 30-നാണ് 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. രണ്ടാമത്തേത് SNDP യോഗം ഡിഡ് നോട്ട് സപ്പോർട്ട് ദ മൂവ്മെന്റ്. SNDP യോഗം ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചില്ലെന്നാണ് പറയുന്നത്. അതും തെറ്റായിട്ടുള്ളതാണ്. SNDP യോഗം വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചിരുന്നു. അടുത്തത് വൈക്കം സത്യാഗ്രഹ ബിഗാൻ ഓൺ April 13, 1934. 1934 ഏപ്രിൽ 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് പറഞ്ഞേക്കുന്നത്. അതും തെറ്റാണ്. 4. മഹാത്മാഗാന്ധി വിസിറ്റഡ് വൈക്കം. മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിച്ചു. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷനിൽ 1 മാത്രം എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോ ഇത് 3ഉം തെറ്റായിട്ടുള്ളതാണ്. ഇത് മാത്രമാണ് ശരി. ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീയില് 1ഉം 4ഉം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ 1 തെറ്റായിട്ടുള്ളതാണ്. 1924 ഏപ്രിൽ 30-നല്ല, 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷനിൽ അതില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജാതിക്കുമ്മി ഈസ് എ ഫേമസ് വർക്ക് ഓഫ്. ജാതിക്കുമ്മി എന്ന് പറയുന്ന പ്രശസ്ത കൃതി ആരുടേതാണെന്നാണ് ചോദ്യം. ജാതിക്കുമ്മി ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഓപ്ഷൻ എ. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രശസ്ത കൃതിയാണ് ജാതിക്കുമ്മി. അപ്പൊ ഇന്ന് നടന്ന ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിലെ 20 GK ക്വസ്റ്റ്യൻസ് ആണ്. നിലവിൽ നടക്കുന്ന പരീക്ഷകളിലെ GK ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നത് നമ്മുടെ പരീക്ഷകളിലൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.